9 മുതൽ 1 വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് മോൻ കോമ്പറ്റീഷന് ഫസ്റ്റ് വാങ്ങിക്കണം. ഓക്കെ അമ്മ. 9 നവധാന്യങ്ങൾ. ജീവിതം നിലനിൽക്കാൻ ഭൂമി നമുക്ക് നൽകുന്ന ദാനങ്ങളാണവ. 8 ദിക്കുകൾ. നമ്മൾ എവിടെയാണെന്നും നമ്മൾ എവിടേക്ക് പോകണമെന്നും പറയുന്ന വഴികളാണവ. 7 സ്വരങ്ങൾ. വാക്കുകളില്ലാതെ വികാരം പറയുന്ന ശബ്ദങ്ങളാണവ. 6 രുചികൾ. സുഖവും ദുഃഖവും ഒരുമിച്ച് വരുന്ന അനുഭവങ്ങളാണവ. 5 ഭൂതങ്ങൾ. നമ്മളെയും പ്രകൃതിയെയും ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങളാണവ. 4 കാറ്റുകൾ. നിൽക്കാതെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സ്വഭാവമാണവ. 3 അവസ്ഥകൾ. ജനനം, ജീവിതം, മരണം. 2 ജീവിതത്തിന്റെ വശങ്ങൾ. അകവും പുറവും. പുറം എങ്ങനെ ആകണമെന്ന് നമ്മുടെ അകം തീരുമാനിക്കും. എന്നാൽ ഇതിലെല്ലാം മുകളിൽ നിൽക്കുന്നത് ഒന്ന് മാത്രമാണ്. അത് മറ്റൊന്നുമല്ല, ധാർമ്മികതയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം, എന്നാൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്നതല്ല ജീവിതം. ജീവിതത്തിന്റെ അടിസ്ഥാനം ധാർമ്മികതയാണ്. ധാർമ്മികതയുള്ള ഹൃദയമാണ് നമ്മെ സ്നേഹിക്കുന്നതെങ്കിൽ അവിടെ വഞ്ചനയ്ക്ക് സ്ഥാനമില്ല. അമ്മ, അവസാനത്തെ ഡയലോഗ് എന്നാ? സ്നേഹം മനസ്സിനെ ബന്ധിപ്പിക്കും, ധാർമ്മികത അതിനെ നിലനിർത്തും, അല്ലേ അമ്മ?